കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിന് തുടക്കം കുറിച്ചവർക്ക് തെറ്റായിപ്പോയി എന്നിപ്പോഴും തോന്നുന്നില്ല. ഇപ്പോ അത് തീവ്രമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവര് ആ നടപ്പാക്കുന്നതിൽ ഒരിഞ്ചും മുന്നോട്ട് പോകാൻ തയ്യാറല്ല. അതിനിടയാക്കുന്നത് കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാനുള്ള മേച്ചിൽപ്പുറമാക്കി മാറ്റുക. അത്തരമൊരു നിലപാടിന്റെ ഭാഗമായാണ് ഈ ദുരിതം കൃഷിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കേണ്ടുന്ന APM സിമന്റുകളെ ദുർബലപ്പെടുത്തുന്ന നിലയുണ്ടായി. വിപണിയെ വൻകിട കോർപ്പറേറ്റുകൾക്ക് തുറന്നുകൊടുക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ കർഷകരെ സ്വന്തം മണ്ണിൽ വെറും പാട്ടക്കാരാക്കി മാറ്റുക. ഇതിനെതിരെ രാജ്യത്തിലെ കർഷകർ ഐതിഹാസികമായ പോരാട്ടമാണ് നടത്തിയത്. കർഷകർക്ക് താങ്ങുവില നൽകാൻ പണമില്ല എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വൻകിട കുത്തകകളുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പകൾ ഓരോ വർഷവും എഴുതിത്തള്ളുന്നു എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ കാര്യം വരുമ്പോൾ അവരെ സഹായിക്കാൻ പണമുണ്ട്. പാവപ്പെട്ട കർഷകരുടെ കാര്യത്തിലെത്തുമ്പോൾ പണമില്ല. വളം സബ്സിഡി കർഷകന് വലിയ ആശ്വാസമായിരുന്നു. അതുൾപ്പെടെയുള്ള സഹായങ്ങൾ വെട്ടിക്കുറക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഉൽപാദന ചെലവ് കുതിച്ചുയരുന്നു. അപ്പോഴും വിളകൾക്ക് ന്യായവില ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പോലുള്ള പദ്ധതികൾ കൃഷിക്കാർക്ക് ഗുണകരമാകേണ്ടതാണ്. പക്ഷേ അതിനു പകരം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ തടിച്ചു കൊഴുപ്പിക്കാനാണ് അത് സഹായിക്കുന്നത്. വിളനാശം സംഭവിക്കുമ്പോൾ കർഷകന് ക്ലെയിം ലഭിക്കുന്നില്ല. പ്രീമിയം തുകയായി കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റ് കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് കൃത്യമായ ക്ലെയിം ലഭിക്കാത്ത അവസ്ഥ തുടരുന്നു. കാർഷിക മേഖല തകരുന്നതിന് അടിത്തറയിട്ടത് ആസിയാൻ കരാർ ഒപ്പിട്ടതാണ് എന്നത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. നമ്മുടെ റബ്ബർ, കുരുമുളക് കർഷകരെയൊക്കെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കരാർ. ഈ കരാറിന്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ നവ ഉദാരവത്വ നയത്തിന്റെ അതേ സമീപനം തന്നെയാണ്. ഈ കരാർ വലിയ തോതിൽ കർഷകർക്ക് ദ്രോഹമാണ് വരുത്തിയത് എന്നതിൽ ഇന്നാർക്കും സംശയമുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും ആ കരാർ ഒപ്പിട്ടവര് അന്ന് ഞങ്ങളുടെ ഭാഗത്ത് ശരിയല്ലാത്തൊരു നടപടിയാണ് ഉണ്ടായത്, അത് ഒപ്പിടാൻ പാടില്ലായിരുന്നു എന്ന് ഇതേവരെ പറയുന്നത് നാം കേട്ടിട്ടില്ല. ആ നടപടി ഇപ്പോ കേന്ദ്ര സർക്കാർ കൂടുതൽ തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കോർപ്പറേറ്റ് കടന്നുകയറ്റങ്ങൾക്കിടയാക്കുകയാണ്. ഇതിനെതിരെ പ്രതിരോധിക്കാനാണ് രാജ്യവ്യാപകമായി കർഷകർ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നത് എന്നത് നാം
ആസിയാൻ കരാർ ഒറ്റപ്പെട്ടൊരു കരാറല്ല. ആ കരാറിനെ തുടർന്ന് ഇങ്ങോട്ട് പരിശോധിച്ചാൽ എത്രയെത്ര അന്താരാഷ്ട്ര കരാറുകളിലാണ് കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒപ്പുവെക്കുമ്പോൾ ആ കരാറിന്റെ ഭാഗമായി ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കാൻ ഇടവരുന്ന സംസ്ഥാനത്തോട് ഒരു വാചകം ചോദിക്കുന്നുണ്ട്. റബ്ബർ, രാജ്യത്തെ റബ്ബറിന്റെ മഹാഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളതാണല്ലോ. ഇവിടെ ചോദിച്ചു, ഒരു ചോദ്യവുമില്ല. ചില കാര്യങ്ങള് അന്ന് കേന്ദ്ര ക്യാബിനറ്റ് പോലും അറിഞ്ഞിരുന്നില്ല എന്ന വിമർശനവും പിന്നീട് ഉയരുന്നതാണ്. അപ്പോ കർഷക വിരുദ്ധമായ കരാറുകൾ എന്ന നിലക്കാണ് ഇവയെല്ലാം വന്നിട്ടുള്ളത്. റബ്ബറിന്റെ അടക്കം ഇറക്കുമതി ചുങ്കം കേന്ദ്രത്തിലുള്ള ഗവൺമെന്റുകൾ മാറി മാറി വന്നപ്പോ താഴ്ത്തി താഴ്ത്തി വരികയാണ് ചെയ്തത്. ഏതാണ്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. റബ്ബർ മുതൽ കാപ്രോലാക്ടം വരെ ഇവിടുത്തെ ഉൽപാദനത്തെ സ്തംഭിപ്പിക്കും വിധം ഇറക്കുമതിയും അതോടൊപ്പം നടക്കുകയാണ്. ഈ ദ്രോഹം ഏറ്റവും വലിയ കർഷക ദ്രോഹമാണ്, ഒരു തരത്തിലുള്ള കേരള ദ്രോഹവുമാണ് എന്നതാണ് നാം കാണേണ്ടത്.